ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ ഡിസയറിൻ്റെ അലോയ്സ് ആൻഡ് ടയേഴ്സ് മാറ്റാൻ പോകണം. സോ നമ്മൾ ഓൾറെഡി ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊക്കെ കയറി കണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടിയും കൊണ്ട് നേരെ കൊട്ടാരക്കരയുള്ള ഒരു ഷോപ്പിലോട്ട് പോകണം. വണ്ടിയുടെ അലോയ്സും ടയറും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണം. സോ ലെറ്റ്സ് ഗോ. സോ കറന്റ് വണ്ടിയിൽ ഇപ്പോൾ കിടക്കുന്നത് സ്റ്റോക്ക് ടയേഴ്സ് ആണ്. സോ നമ്മൾ എന്തായാലും അത് ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു സെറ്റ് അലോയ്സും നല്ല സെറ്റ് ടയേഴ്സും വണ്ടിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് നേരെ ടയർ ഷോപ്പിലോട്ട് പോവാം. സോ പുനലൂർ ടയേഴ്സിന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ കൊട്ടാരക്കര ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എണ്ണ അടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കാണ്. എത്രടാ, ഫുൾ ടാങ്ക് ആണോടാ? ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിക്കുന്നത്. ഫുൾ ടാങ്ക് ഡീസൽ അല്ലേടാ? പെട്രോൾ. സോ നമ്മൾ എണ്ണ അടിച്ചിട്ട് നേരെ പോവാണ്. നേരെ കൊട്ടാരക്കരക്കാണ് വിടുന്നത്. സോ നമുക്കപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തി. പുനലൂർ ടയേഴ്സിൽ കുറച്ച് തിരക്കായി പോയി. നല്ല റഷ് ഉണ്ടായിരുന്നു, നല്ല ട്രാഫിക് ആയിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ രണ്ട് കളറാണ് ചൂസ് ചെയ്തത്, ഈ സെയിം ഡിസൈനിൽ. സോ അതിനകത്ത് നമ്മൾ സിൽവറിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടത് ഈ കളറാണ്, ഈ ഒരു കോപ്പർ കളർ. സോ അതാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ജെകെയുടെ 185 15 R16 ടയേഴ്സും നമ്മൾ ഇടുന്നുണ്ട്. സോ നമുക്ക് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. സോ ഗൈസ്, ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ബാക്കി കളക്ഷനോടൊന്ന് കാണിച്ചു തരാം. സോ ഇവിടെ അത്യാവശ്യം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അലോയ്സ് അവൈലബിൾ ആണ്. സോ ഒരുപാട് വീൽസിൻ്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ. നമ്മൾ ചൂസ് ചെയ്ത 16 ഇഞ്ച് വീൽസാണ്. നമ്മൾ ആദ്യം ചൂസ് ചെയ്തത് ആ കളർ ഇൻക്യൂബിസിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ് സ്പെക് വീൽസ് ആണ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ വീല് ചൂസ് ചെയ്തത്. സോ നമുക്ക് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. സോ കുറേ വീൽസ് ഇല്ലേ. ഹലോ, എൻ്റെ പേര് ജോസ്നയാണ്. നമ്മുടെ കൊട്ടാരക്കര ടയേഴ്സിൻ്റെ ഷോപ്പിലാണ് ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത്. ഈ ബാക്കിലിരിക്കുന്ന വീലുകളെല്ലാം നമ്മൾ കസ്റ്റമറിന് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. വണ്ടിയുടെ PCD ബേസും സൈസ് ബേസും ആണ് നമ്മൾ എല്ലാ വീൽസും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനൊരു റീസൺ നമുക്ക് കസ്റ്റമേഴ്സിനും എന്ത് ചെയ്യുന്നോ ഈ പറയുന്ന പോലെ മനസ്സിലാവുന്ന രീതിയും, അതുപോലെ തന്നെ നമ്മൾ സ്റ്റാഫിനോട് ഒരു വീൽ എടുക്കാൻ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതിക്കും തന്നെയാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു 12 ഇഞ്ച് തൊട്ട് നമുക്ക് 19-20 ഇഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണ്. പ്രീ ബുക്ക് ചെയ്യാവുന്ന വീൽസും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ വീൽസിലും ഇമ്പോർട്ടഡ് വീൽസിലും നമുക്ക് വീൽസ് എല്ലാം അവൈലബിൾ ആണ്. ടയേഴ്സ് ആയാലും എല്ലാവിധ ബ്രാൻഡുകളും നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട്. ഈ ഒരു വീഡിയോസിൽ കൂടെ തന്നെ നിങ്ങളെ എല്ലാ സ്റ്റോക്കുകളും കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ്, ഈ വീൽസിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ തന്നെ കാരണം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീൽസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഞാൻ നേരത്തെ കാണിച്ച പോലെ ആൻഡ് ഇവിടെയും കുറച്ച് വീൽസ് ഇരിപ്പുണ്ട്. സോ അത്രയും വീൽസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഡ്രമ്മും വണ്ടിയുടെ ബ്രേക്ക് കാലിബറും ഒക്കെ റെഡ് വുഡ് അടിച്ചിട്ടുണ്ട്. സോ ഡ്രമ്മും ബ്രേക്ക് കാലിബറും നമ്മൾ റെഡ് അടിച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഡിസൈറിൻ്റെ രണ്ട് സൈഡിൽ വീൽസ് ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഓണറിനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് വീൽസ് ഇട്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? സാറ്റിസ്ഫൈഡ് ആണോ ബ്രോ? സോ ഗൈസ്, അപ്പോൾ ഓണർ സാറ്റിസ്ഫൈഡ് ആണ് വീൽസിൽ. കൊള്ളാല്ലേ? കുഴപ്പമില്ല, നൈസാണ്. നമ്മൾ ആദ്യത്തെ വീലിനെക്കാട്ടി കൊള്ളാല്ലേ? അതെ അതെ, ആദ്യത്തെ വീലൊരു സുഖമില്ലായിരുന്നു. സോ നമ്മൾ കൊട്ടാരക്കര ടയേഴ്സിനാണ് വീലിട്ടേക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടിയുടെ അലോയ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിപ്പം അടുത്ത ദിവസം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസമാണ്, ഇപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സോ അന്ന് നമുക്ക് നൈറ്റ് ആയി പോയിട്ട് ഫുള്ള് കാണിച്ചു തരാൻ പറ്റില്ല. സോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ അലോയ്സൊക്കെ ഇട്ട് കഴിഞ്ഞുള്ള ഡിസൈറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. സോ നൈസാണ്. നമുക്ക് അന്നേരം ഈ കളർ ചൂസ് ചെയ്തപ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, വണ്ടിയുടെ ഓണറിനാണെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു ഈ കളറ് അത്ര ഓക്കെ ആവുമെന്ന്. പക്ഷെ ഇപ്പം നൈസാണ്.
നമ്മൾ സിൽവർ നോക്കിയായിരുന്നു, സിൽവർ എടുക്കാൻ എന്തായാലും നന്നായി. സോ ഈ ബ്ലാക്കിൻ്റെ കൂടി ഈ ഒരു മെറ്റാലിക് കളറായതുകൊണ്ട് നല്ല രീതിക്ക് കോപ്പർ ഷെയ്ഡ് അല്ല, എന്നാലും ഒരു കറക്റ്റ് കളറിൻ്റെ നെയിം എനിക്കറിയത്തില്ല, എന്നാലും കൊള്ളാം. ആ ഒരു ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാലിപ്പേഴ്സ് റെഡ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ആൻഡ് ബാക്കിലെ ഡ്രമ്മും നമ്മൾ റെഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. സോ വണ്ടി മൊത്തത്തിലുള്ള വ്യൂ നൈസാണ്, നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ആൻഡ് ടയേഴ്സ് 185/55 R16 ആണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഒരു പൊടിക്ക് വെളിയിലോട്ട് ഇറങ്ങിക്കാൻ അത്രയ്ക്ക് ഗ്യാപ്പൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു രീതിക്ക് വെളിയിലോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. ഡിസൈറിൽ ഇടാൻ പറ്റുന്ന അത്യാവശ്യം മാക്സിമം സൈസാണ് നമ്മൾ ഇട്ടേക്കുന്നത്. 17 ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇതിനകത്ത് തട്ടും. സോ അപ്പോൾ ഇത് 16 ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. 17 ഇഞ്ചസ് ഇതിനകത്ത് ഇടാതിരിക്കുന്നതാണ് നല്ലത്, ഇടാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. സോ നമ്മളിപ്പോൾ വരുന്ന ടൈപ്പ് ട്രെൻഡിങ് പാറ്റേൺസ് എല്ലാം ഇതും ഇപ്പം കറൻലി മാർക്കറ്റിലുള്ളൊരു സാധനമാണ്. ഇത് അഡ്വാൻടെക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വീൽസാണ്. സോ നമ്മൾ വേറെ സ്പെക് വീൽസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, റേസിൻ്റെയൊക്കെ ടൈപ്പ് വരുന്ന ഇൻക്യൂബസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഞാൻ വീഡിയോയുടെ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മളിതിലിട്ട് നോക്കിയത്. സോ അതിനെക്കാട്ടിലൊക്കെ ഫാർ ബെറ്ററാണിത്. സോ ആ വീൽസ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ കുറച്ച് മടങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുമായിരുന്നു, ഇത്ര ആ ഒരു വിട്ട് തോന്നിക്കത്തില്ലായിരുന്നു. ഇപ്പം ഈ വീലിട്ടപ്പോൾ പ്രോപ്പർ വണ്ടിയുടെ ലുക്സുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡിസയർ ഉള്ളവരാരെങ്കിലും വീൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീൽസ് ഒന്ന് കൺസിഡർ ചെയ്യുക. അത്യാവശ്യം നൈസാണിത്. മിക്കവാറുള്ള ഷോപ്സിലൊക്കെ ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആണ്. നമുക്ക് കിട്ടിയത് അഡ്വാൻടെക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. സോ വേറെ ബ്രാൻഡ്സിലും ഈ ടൈപ്പ് വീൽസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പൂ പോലെ ഒരു ഫ്ലവറി ഡിസൈനായിട്ട് തോന്നും. ഞാൻ എന്തായാലും വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിൽ ഷെയ്ഡാണ്, അതുകൊണ്ട് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ആൻഡ് ടയറിൻ്റെ പ്രൊഫൈൽ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ്ങിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. നേരത്തെ ടയർ കംപ്ലീറ്റ്ലി വാൺ ഔട്ട് ആയിരിക്കുമായിരുന്നു, അതുകൊണ്ടാണോ ഇനി ചേഞ്ച് ഫീൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ടയർ ജേക്കയുടെ ആണ് ഇട്ടേക്കുന്നത്. സോ ഞാനും പേഴ്സണലി ജേക്കയുടെ ടയർ യൂസ് ചെയ്തിട്ടില്ല, അവനും യൂസ് ചെയ്തിട്ടില്ല. സോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഡിസയറിൻ്റെ വീഡിയോസ്. സോ ഡിസയർ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീൽസ് നൈസായിരിക്കും, നിങ്ങൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.